ഓം ശ്രീ സായിരാം. ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും അന്തഃശൗചയജ്ഞത്തിന്റെ 300ാമത്തെ ഭാഗത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് വേണ്ടി വായിക്കുന്നതും സംഗ്രഹം പറയുന്നതും ശ്രീ ശിവപ്രസാദ് കല്ലിയോട്ട് നിന്നാണ്, കാസർഗോഡ്. ഹോസ്റ്റ് ചെയ്യുന്നതും ശിവപ്രസാദ് തന്നെയാണ്. അപ്പോൾ സായിരാം ശിവപ്രസാദ്, ഓങ്കാരം സായി ഗായത്രി പറഞ്ഞിട്ട് തുടങ്ങിക്കോളൂ. സായിരാം. ഓം സായീശ്വരായ വിദ്മഹേ സത്യദേവായ ധീമഹി തന്നഃ സർവഃ പ്രചോദയാത്. ഓം സായീശ്വരായ വിദ്മഹേ സത്യദേവായ ധീമഹി തന്നഃ സർവഃ പ്രചോദയാത്. ഓം സായീശ്വരായ വിദ്മഹേ സത്യദേവായ ധീമഹി തന്നഃ സർവഃ പ്രചോദയാത്. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം ശ്രീ സായിരാം. രാമകഥാരസവാഹിനി 2 സ്വരങ്ങൾ. വൈദിക മന്ത്രങ്ങൾ എങ്ങും പ്രതിധ്വനിച്ചു. രാമന്റെയും സീതയുടെയും ചടങ്ങു പ്രകാരമുള്ള സ്നാനത്തിനായി പരിചാരകന്മാർ സരയൂ നദിയിലെ പവിത്രജലം കൊണ്ടുവന്നു. ശ്രീരാമചന്ദ്രന്റെ അഭിഷേകോത്സവമാണ് ജനങ്ങളുടെ ഈ ആവേശത്തിന് കാരണം എന്നറിഞ്ഞ കൈകേയിയുടെ ദാസി മന്ദരയ്ക്ക് അത് സഹിക്കാൻ കഴിഞ്ഞില്ല. മന്ദരയുടെ ഏഷണി. മന്ദര കൈകേയിയുടെ കൊട്ടാരത്തിലേക്ക് ഓടിച്ചെന്ന് ഒരു അടിയന്തര സംഗതി ഉണ്ട് എന്നും ദേവിയുടെ ജീവിതം തന്നെ ധാർമ്മികമായ ആപത്തിലാണ് എന്ന് അറിയിക്കുകയും ചെയ്യുന്നു. കൈകേയിക്ക് ഒന്നും മനസ്സിലാവാതെ മഹാരാജാവിന്റെയും മറ്റുള്ളവരുടെയും ക്ഷേമത്തെപ്പറ്റി അന്വേഷിച്ചു. നിങ്ങൾ പറഞ്ഞവർക്ക് ഒന്നും ഒരു ആപത്തും വന്നിട്ടില്ലെന്നും എന്നാൽ അങ്ങയുടെ പുത്രന്റെ കഴുത്ത് ഞെരിക്കാൻ അവർ നിശ്ചയിച്ചു എന്നും അറിയിച്ചു. കൈകേയി നീരസത്തോടെ അവർ അത്തരക്കാരല്ലെന്നും നിന്റെ പ്രസ്താവന നിന്റെ അസ്വാഭാവികമായ സ്വഭാവത്തെ വെളിപ്പെടുത്തുന്നു എന്നും അത് സാധ്യമല്ലെന്നും കാര്യങ്ങൾ വിശദമായി പറയുവാനും പറയുന്നു. നാളെ പുലർച്ചെ രാമചന്ദ്രനെ യുവരാജാവായി കിരീടധാരണം ചെയ്യിക്കും. പ്രഥമ രാജ്ഞി നിയന്ത്രണമില്ലാതെ ആഭരണങ്ങളും പട്ടും മറ്റും ദാനം ചെയ്യുന്നു. ഇത്തരം ആഘോഷകാര്യങ്ങളിൽ ഏർപ്പെട്ട് അവർ അങ്ങയെ ഗൗനിക്കാതിരിക്കുകയാണ്. അവർ ദേവിയെ അവഗണിക്കുകയാണ്. രാമൻ യുവരാജാവാകുമ്പോൾ മുഴുവൻ സാമ്രാജ്യവും കൗസല്യയുടെ പിടിയിൽ അമരും. ഓർമ്മിച്ചോളൂ, ബാക്കിയുള്ളവരെ പോലെ ദേവിക്കും അവരുടെ താളത്തിന് അനുസരിച്ച് തുള്ളേണ്ടി വരും. ഇത് കേട്ട കൈകേയി മന്ദരയെ കർക്കശമായി ശാസിച്ചു. മന്ദര തന്റെ തന്ത്രം ഫലിക്കാതെ പോകുമോ എന്ന് ഭയപ്പെട്ടു. അവൾ കൂടുതൽ വാശിയിലും ശബ്ദത്തിലും സംസാരിച്ചു. രാമന്റെ അഭിഷേക കാര്യം ആരും ദേവിയെ അറിയിച്ചില്ല എന്നും ദേവിയോട് കൂടി ആലോചിച്ചില്ല എന്നും ദേവിയെ കാത്തിരിക്കുന്ന ദുർവിധിയെപ്പറ്റി ദേവിക്ക് ഒരു ഉത്കണ്ഠയുമില്ല എന്നും പറയുന്നു. നീ സത്യാവസ്ഥ അറിയാതെ എന്തൊക്കെ വിളമ്പുകയാണ് എന്ന് പറഞ്ഞ് കൈകേയി മന്ദരയെ കഠിനമായി ശാസിച്ചു. തന്റെ കുതന്ത്രം ദയനീയമായി പരാജയപ്പെടുമെന്ന് മന്ദര ഭയന്നു. അതുകൊണ്ട് അവൾ അനുനയത്തിൽ കൂടുതൽ കുടിലമായ തന്ത്രത്തിലേക്ക് ഇറങ്ങിച്ചെന്നു. പ്രിയപ്പെട്ട അമ്മേ, ഈ കാര്യത്തെക്കുറിച്ച് കുറെ കൂടി അഗാധമായി ചിന്തിക്കൂ. യഥാർത്ഥത്തിൽ ഈ അഭിഷേക കാര്യം മുൻകൂട്ടി മാസങ്ങൾക്ക് മുമ്പ് തീരുമാനിച്ചതാണ്. അതുകൊണ്ടാണ് ഭരതനെയും ശത്രുഘ്നെയും തലസ്ഥാന നഗരിയിൽ നിന്നും മാറ്റി നിർത്തിയത്. ഒന്നിനെക്കുറിച്ചും ദേവി ചിന്തിക്കുന്നില്ല. വെളുത്തതെല്ലാം പാലാണെന്ന് കരുതുകയും ചെയ്യുന്നു. കൈകേയിയുടെ മനം മാറുന്നു. കുടിലബുദ്ധിയായ മന്ദര കൈകേയിയുടെ നിഷ്കളങ്കവും നിസ്വാർത്ഥവുമായ മനസ്സിനെ മാനമാക്കുന്നതിനും കളങ്കപ്പെടുത്തുന്നതിനും വളരെ വക്രമായ വാദഗതികൾ ഉപയോഗിച്ച് തന്റെ കൗശലങ്ങൾ
അതിസമർത്ഥമായി കൈകാര്യം ചെയ്തു. ഇതിന്റെ ഫലമായി രാജ്ഞി തന്റെ അവകാശങ്ങൾക്ക് വേണ്ടി ചക്രവർത്തിയെ നിർബന്ധിക്കാനും തന്റെ മകന് വേണ്ടി അവ നേടിയെടുക്കാനും നിശ്ചയിച്ചു. തന്റെ ദുരാരോപണങ്ങൾക്ക് വശംവദയായിരിക്കുന്നു കൈകേയി എന്നതിന്റെ വ്യക്തമായ സൂചന കിട്ടിയപ്പോൾ മന്ദര അഹങ്കാരത്തിനും ആനന്ദത്തിനും അധീനയായി. ഉറച്ച സ്വരത്തിൽ പറഞ്ഞു, പണ്ടൊരിക്കൽ ചക്രവർത്തി ദേവി തക്കസമയത്ത് ചെയ്ത നന്ദിപൂർവ്വം സ്വീകരിച്ചപ്പോൾ ദേവിക്ക് 2 വരം തരാമെന്ന് പറഞ്ഞിരുന്നില്ലേ? അപ്പോൾ തനിക്ക് അതിന്റെ ആവശ്യമില്ലെന്ന് പറഞ്ഞിരുന്നില്ലേ? പിന്നീട് ആവശ്യം വന്നാൽ ചോദിച്ചു കൊള്ളാമെന്നും പറഞ്ഞിരുന്നില്ലേ? ദേവിക്ക് ഈ 2 വരങ്ങൾ തരാനായി ഇപ്പോൾ ആവശ്യപ്പെട്ടുകൂടെ? താൻ എങ്ങനെയാണ് അത് നേടേണ്ടത് എന്ന് പറയാൻ കൈകേയി ആവശ്യപ്പെട്ടു. മന്ദര പറഞ്ഞു, അമ്മേ, 1 വരം ദേവിയുടെ മകനെ യുവരാജാവായി വാഴിക്കണം. 2-മത്തേത് രാമൻ സാമ്രാജ്യത്തിൽ എവിടെയും താമസിക്കരുത്. തുടർന്ന് പല കാര്യങ്ങളും എടുത്തു പറഞ്ഞ് മന്ദര കൈകേയിയെ നിർബന്ധിച്ചപ്പോൾ അവർ അതിന് വഴങ്ങി. മന്ദരയുടെ നിർദ്ദേശപ്രകാരം ക്രോധാലയത്തിൽ പ്രവേശിക്കാനും അവരുടെ വിധിയെയും ആസന്നമായ വിപത്തിനെയും പറ്റി വിലപിക്കുവാനും തീർച്ചപ്പെടുത്തി. ക്രോധാലയം. ഇതിനിടയിൽ പട്ടാഭിഷേകത്തിനുള്ള എല്ലാ ഒരുക്കങ്ങളും ചെയ്ത് ദശരഥൻ നേരെ കൈകേയിയുടെ കൊട്ടാരത്തിലേക്ക് ചെന്നു. ശയനമുറിയുടെ നേരെ നടന്ന ദശരഥൻ അവിടെ ചിതറിക്കിടക്കുന്ന വസ്തുക്കൾ കണ്ടു. പരിചാരിക രാജ്ഞി ക്രോധാലയത്തിൽ ആണ് എന്ന് അദ്ദേഹത്തെ അറിയിച്ചു. നിരാശനായ ദശരഥൻ കൈകേയിയുടെ അടുത്തെത്തുകയും എന്താണ് ഈ നിരാശയുടെ, വ്യസനത്തിന്റെ, ക്രോധത്തിന്റെ കാരണം എന്ന് ആരാഞ്ഞു. വളരെ നേരത്തോളം ദശരഥൻ ദയനീയമായി കാരണം അറിയാനുള്ള അപേക്ഷ തുടർന്നു. എന്നാൽ ഫലമുണ്ടാകാതിരുന്നതിനാൽ അദ്ദേഹം മന്ദരയെ വിളിച്ചു ചോദിച്ചു. എന്നാൽ ഒന്നും അറിയാത്ത ഭാവത്തിൽ മന്ദര തന്റെ അഭിനയം തുടർന്നു. ഹോൾ വിട്ടുപോകുമ്പോൾ മന്ദര ദശരഥനോട് ഇപ്രകാരം പറഞ്ഞു, ദേവിയുടെ ശോകത്തിന്റെയും രോഷത്തിന്റെയും കാരണം മനസ്സിലാക്കി ഉചിതമായ പരിഹാരങ്ങളോടെ ആശ്വസിപ്പിക്കൂ. തുടർന്ന് ദശരഥൻ വീണ്ടും കൈകേയിയോട് കാരണം തിരഞ്ഞു. ഇത്തവണ കൈകേയി നിശബ്ദത ഭഞ്ജിച്ച് സംസാരിക്കുവാൻ തുടങ്ങി. മഹാരാജാവേ, അങ്ങ് മറന്നു കാണുകയില്ല ആ 2 വരങ്ങൾ. ദേവാസുര യുദ്ധകാലത്ത് ആ ദിവസം എനിക്ക് തരാമെന്ന് വാഗ്ദത്തം ചെയ്ത 2 വരങ്ങൾ മറന്നിട്ടില്ലല്ലോ. ദശരഥൻ തുടങ്ങി. തന്റെ ആഗ്രഹം പൂർത്തീകരിക്കും എന്ന് കൈകേയി ദശരഥനെ അറിയിക്കുന്നു. വാട്ട് യു ഹേർട്ട് എന്ന് സ്വാമി ഉപദേശിച്ചത് ഇവിടെ സ്മരണീയമാണ്. അതിരായ ജാഗ്രതയോടെ ശ്രദ്ധിച്ചില്ലെങ്കിൽ എപ്പോൾ വേണമെങ്കിലും ഹൃദയ പരിവർത്തനം ഉണ്ടാകാം. ദുഷ്ടസംസർഗം കൊണ്ട് എത്ര വലിയ ആണ് ഉണ്ടാകുന്നതെന്ന് കൈകേയി കാണിച്ചു. കാരണം ബാക്കി എല്ലാ സദ്ഗുണങ്ങളും പ്രത്യേകമായി. ഭർത്താവിനോട് കരുണ ലേശം പോലും കാണിക്കുന്നില്ല. തനിക്ക് ഭരതനേക്കാളും രാമനോട് സ്നേഹം ഇരയായ മറ്റുള്ളവർക്കും ആശ്രയിക്കുന്നു. മഹാരാജാവ് സത്യം ചെയ്യും. പൂർവ്വകരണം പഴയ ആ ദിനം ഒരിക്കൽ കൂടി അങ്ങയുടെ പ്പോൾ അവനെ തോൽപ്പിക്കാൻ ചെയ്തു. ഞാനെന്ന് ഇന്റർനെറ്റ് ഇഷ്യൂ ആണ്. അവിടെ കനത്ത മഴയാണ്. കണ്ടിന്യൂ ചെയ്തോളൂ, പറ്റുന്ന പോലെ കണ്ടിന്യൂ ചെയ്തോളൂ. ജാഗ്രതയും ശ്രദ്ധയും കാണിച്ച് അങ്ങനെ കാക്കുകയും ശുശ്രൂഷിച്ച് നിലനിർത്തുകയും ചെയ്തിരുന്നറിയാമല്ലോ. എന്റെ പ്രതിജ്ഞ സ്ഥിരമായ വിലമതിച്ചു. തുടർന്നായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിന്നാലോ ആ റൂമിൽ ഇരിക്കുന്നിടത്തുനിന്ന്. നന്നായിട്ട് വായിക്കുകയാണ് കേട്ടോ ശിവപ്രസാദ്. വളരെ നന്നായിട്ട് സംഗ്രഹിച്ചിട്ടുണ്ട്. വായിച്ചോളൂ. അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മാറി നിന്നാൽ ചിലപ്പോൾ ശരിയാവും.
2 വരങ്ങൾ. തുടർന്ന് ദശരഥൻ കൈകേയിയോട് വരങ്ങൾ ചോദിക്കാൻ ആവശ്യപ്പെട്ട് നാവിടറിക്കൊണ്ട് അവൾ പറഞ്ഞു, രാമന്റെ അഭിഷേകത്തിനു വേണ്ടി ചെയ്ത ഒരുക്കങ്ങൾ എന്റെ മകനായ ഭരതന് നടത്തുക. ഇതാണ് 1-ാമത്തെ വരം. രാമൻ ജടയും മാന്തോലും ധരിച്ച് മരവുരി ഉടുത്ത് ദണ്ഡകാരുണ്യത്തിൽ പോയി അവിടെ ആരണ്യവാസിയായി 14 കൊല്ലം കഴിയണം. ഇതാണ് ഞാൻ ചോദിക്കുന്ന 2-ാമത്തെ വരം. ഇത് കേട്ട ചക്രവർത്തി ക്രോധത്താൽ അലറുകയും എന്തിനാണ് ഇത്തരത്തിലുള്ള വരം ആവശ്യപ്പെട്ടത് എന്നും രാമൻ എത്രമാത്രം നിന്നെ സ്നേഹിക്കുന്ന എന്നറിയാമോ എന്നും ചോദിക്കുന്നു. ദശരഥ വിലാപം. ശുദ്ധമായ അജ്ഞത കൊണ്ട് ഞാൻ നിന്നെ എന്റെ വീട് സ്വൈരം കെടുത്താൻ അനുവദിച്ചു. എന്റെ ജീവശ്വാസമായ രാമനെ ഇന്ന് ജീവനോട് കൂടിയ എല്ലാവരും തന്നെ ഉച്ചസ്ഥരം പുകഴ്ത്തുമ്പോൾ എങ്ങനെ ഇത്രയും പാപമായ ഒരാശയം നിന്റെ തലയിൽ കടന്നു? രാമനെ ഉപേക്ഷിക്കാൻ വയ്യ. നിന്റെ മകനെ ചക്രവർത്തിയാക്കാം. തുടർന്ന് ശ്രീരാമന്റെ നന്മകൾ പറഞ്ഞുകൊണ്ട് അദ്ദേഹം വിലപിച്ചു. കൈകേയി പിടിമുറുക്കുന്നു. കൈകേയി വരങ്ങൾ പാലിക്കുന്നതിന്റെ ആവശ്യകതയെ പറ്റിയും ശിബി ചക്രവർത്തി വാഗ്ദത്തം പാലിക്കുന്നതിനായി ശരീരത്തിൽ നിന്നും മാംസം അരിഞ്ഞെറിഞ്ഞ് കഴുകന് ഭക്ഷണമായി കൊടുത്തതും പറഞ്ഞു. ഇങ്ങനെ എത്രയെത്ര ഉദാഹരണങ്ങൾ. എല്ലാ മനുഷ്യർക്കും സത്യമാണ് ഏറ്റവും ഉന്നതമായ പ്രമാണം, ഏറ്റവും ഉന്നതമായ ആദർശവും അതുതന്നെ. സത്യം ബ്രഹ്മമാണ്. സത്യമാണ് ആദ്യം ഉണ്ടായ ശബ്ദം. അത് ധർമ്മമാണ്. സത്യം മാത്രമാണ് ഒരു മാറ്റത്തിനും വിധേയമാവാത്തത്. മറ്റു പദ്ധതികൾ ഒന്നും ആവിഷ്കരിക്കേണ്ട. ഈ 2 വരങ്ങൾ പ്രാബല്യത്തിൽ വരുത്താൻ ഉള്ളത് ചെയ്യുക. ദശരഥൻ ധർമ്മനിയമങ്ങൾ തെറ്റി നടന്നാൽ വന്നു ചേരുന്ന ദോഷത്തെ ഏറ്റവും ഭയപ്പെട്ടു. വസിഷ്ഠ മഹർഷിയും ശിഷ്യന്മാരും പ്രഭാത സ്നാനത്തിനായി സരയൂ നദിയിൽ പോയി അഭിഷേകത്തിനു വേണ്ട പവിത്ര ജലവുമായി മടങ്ങി. സുമന്ത്രർ അഭിഷേക വിഘ്നം അറിയുന്നു. വൃദ്ധനും വിശ്വസ്തനുമായ സുമന്ത്രർക്ക് രാജധാനിയിലെ എവിടെയും പ്രവേശിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യമുണ്ടായിരുന്നു. കൈകേയിയുടെ കൊട്ടാരത്തിൽ എത്തിയ അദ്ദേഹം മഹാരാജാവ് നിലത്ത് വീണ് കിടക്കുന്നത് കണ്ടു. തുടർന്ന് അദ്ദേഹം ദയനീയമായ ഈ വിലാപത്തിന്റെ കാരണം ചോദിച്ചു. കൈകേയി സുമന്ത്രരോട് ഉടനെ രാമനെ കൂട്ടിക്കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു. എന്നാൽ ഈ രഹസ്യം വെളിപ്പെടും എന്നറിയിച്ചു. സുമന്ത്രർ ചക്രവർത്തിനിയുടെ ആജ്ഞ എന്ന നിലയ്ക്ക് രാമനെ കൂട്ടിക്കൊണ്ടുവരാൻ പുറപ്പെട്ടു. സായിരാം. സായിരാം. അപ്പോ അനുഭവം പറയുന്നുണ്ടോ ശിവപ്രസാദേ? ക്ഷമിക്കണം ആന്റി, ഇന്ന് ഞാൻ അത്ര പ്രിപ്പയർ നെറ്റിന്റെ പ്രശ്നമുണ്ട്. മുറിഞ്ഞു പോകുന്നുണ്ട്. അപ്പൊ പിന്നെ ഭഗവാന്റേത് വെച്ചോളൂ. ఎవరు కూడా రామాయణాలు చదువుతున్నారు. People go through Ramayana. పెద్ద పెద్ద తలదిండు మాదిరి ఉండేటువంటి పుస్తకాలంతా తెచ్చి పెట్టుకుంటున్నారు. They got the books of the size of pillow. ఏం ప్రయోజనము? What is the use? కంఠస్థం చేస్తుంటారు. They get it by heart. కానీ సారాన్ని ఇంతైనా కూడా దాన్ని గ్రహించలేరు. They get it by heart, read it repeatedly, but they don't carry any essence. అందరూ ఎంతో రామాయణం గురించి ఆశ్చర్యపడిపోతుంటారు. All people are mystified. కౌసల్య చాలా గుణవంతురాలు, ఆమె పట్టపురాణి, ఆమె చాలా సద్గుణవంతురాలు, ఆమె యొక్క ఆజ్ఞను అందరూ శిరసా వహించాలి అని చెప్తూ వచ్చారు. People start speaking that Kausalya is the queen and everyone will have to necessarily follow her. She is one of nobility. కడపటి భార్య కైకేయి, And ఆమె ఆజ్ఞకు ఏమాత్రం కూడా అడ్డు లేదు. Kaika was the youngest of all. No one can interfere. కూర్చోంటే కూర్చోవాలా, లేయమంటే లేయాలి. If he says sit down, one has to do so. ఈ విధమైనటువంటి యొక్క చేతిలో పెట్టుకుని నాటకం ఆడుతుంది కైక. So everything was under the control of Kaika. ఈ విధంగా జరుగుతూ ఉంటే As things are happening, సుమిత్రని ఎవరు మాట్లాడించేవాళ్ళు లేరు. no one was talking to Sumitra. సుమిత్ర యొక్క గుణము
the character of Sumitra, శత్రుఘ్ని యొక్క గుణము the character of Shatrugna. ఎటువంటిది అలాంటి దీన్ని వర్ణించడానికి ఎవరికి చేత కాదు. And they cannot be narrated in full by anybody. ఒకానొక సమయంలో రాములు అరణ్యానికి వెళ్ళిపోతున్నాడు. At one ఈ time, పట్టాభిషేకం జరగలేదు. the coronation did not take place. కైక కోరింది 14 సంవత్సరం అరణ్యానికి పంపమని. Kaika wanted that Rama should spend 14 years in exile. ఈయన వెళ్ళిపోతున్నాడు. He was proceeding కౌసల్యకు నమస్కారం చేయడానికని వెళ్ళాడు. and he was about to ఆమె prostrate in front ఒళ్ళుని of ఏడుస్తూ Kausalya. ఉంటుండాది. She was crying. అంతఃపురం అంతా కూడా ఏడుపులే. Everyone in the ఎక్కడే palace was గాని ఏ crying. ఆనందము జరగలేదు. There was no trace of happiness anywhere. తర్వాత లక్ష్మణుడు కూడాను ఎవరికి నేను చెప్పలేదు. లక్ష్మణుడు- కానీ సుమిత్ర దగ్గరికి పోయి నమస్కారం చేయడానికి వెళ్ళాడు. Lakshmana prostrated in front of Sumitra. ఆమె ఒకటి చెప్పింది. She said one thing. నాయన లక్ష్మణ, Look here, my son Lakshmana. నీవు అరణ్యానికి వెళుతున్నానని నీవు బాధపడద్దు. Don't feel sad for going to the అది forest. అరణ్యం కాదు. It is not a forest. రాముడు లక్ష్మణుడు లేనటువంటి ఒక అయోధ్యనే అరణ్యము. In fact, this Ayodhya is a forest without రామ Rama లక్ష్మణుడు Lakshmana. జీవించేటువంటి ఒక అరణ్యమే అయోధ్య. The forest where Rama Lakshmana live is Ayodhya. కాబట్టి నీవు అరణ్యంలో ఉండినా గానీ అయోధ్యలో ఉండినట్టుగా భావించు. Therefore, consider that forest as Ayodhya and spend your time. రామునే నీ తండ్రి, సీతనే నీ తల్లి. Rama is your father, Sita is your వారి mother. సేవలకు ఎట్టి అభ్యంతరం కాకుండా నువ్వు చూసుకోమని చెప్పి. Let there not be any obstacle as you serve both of ఏ them. తల్లి అయినా చెప్తుంది అట్లా? Will any mother talk like that? ఏదో వాడు వరాలు ఇచ్చాడు, రాముని అరణ్యానికి పంపవచ్చును. That నీవు పోనక్కర్లేమి, as per the boon granted నీవు to Kaika, పోనక్కర్లేదని నిలబెట్టి వేస్తారు. Rama can go to the forest. You don't have to go. కానీ ఏ తల్లి కూడా ఆ విధంగా చెప్పలేదు. No mother will speak. మాతృమూర్తిని యందు ఉన్నటువంటి యొక్క సుగుణములు సుమిత్ర యందు కనిపిస్తూ వచ్చాయి. The virtues of a chaste woman are very much noticed in Sumitra. ഭജന പാടിക്കോളൂ ശിവപ്രസാദ്. സരി. രാമ 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 നാമ താരകം രാമ 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 താരകം രാമകൃഷ്ണ വാസുദേവ ഭക്തി മുക്തിദായകം രാമകൃഷ്ണ വാസുദേവ ഭക്തി മുക്തിദായകം ജാനകി മനോഹരം സകലലോകനായകം ജാനകി മനോഹരം സകലലോകനായകം ശങ്കരാദിസേവ്യമാന ദിവ്യനാമകീർത്തനം ശങ്കരാദിസേവ്യമാന ദിവ്യനാമകീർത്തനം രാമ 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 നാമ താരകം രാമകൃഷ്ണ വാസുദേവ ഭക്തി മുക്തിദായകം ജാനകി മനോഹരം സകലലോകനായകം ശങ്കരാദിസേവ്യമാന ദിവ്യനാമകീർത്തനം ശങ്കരാദിസേവ്യമാന ദിവ്യനാമകീർത്തനം. സായിരാം. സായിരാം. ഗുഡ്. അപ്പൊ നമുക്ക് ഇതിന്റെ തത്വം എന്താണ് ഇതിൽ അടങ്ങിയിരിക്കുന്ന സന്ദേശമെന്ന് നോക്കാം. അധ്യായം 10 2 വരങ്ങൾ. സൈറാം. ദാസിയായിരുന്നെങ്കിലും തന്നെ വളർത്തിയ മന്ധരയോടുള്ള കൈകേയിയുടെ സ്നേഹവും കരുണയും പ്രശംസനീയമാണ്. പക്ഷേ അമിതമായ മമത കൊണ്ട് മന്ധര കൈകേയിയെ തെറ്റായ മാർഗത്തിലേക്ക് നയിക്കുന്നു. അന്ധമായ മമത ആപത്തുണ്ടാക്കുമെന്ന സന്ദേശമാണ് കൈകേയിയും മന്ധരയും നൽകുന്നത്. ദുസ്സംഗത്തിന്റെ അതിഭീകരമായ പ്രഭാവമാണ് നാം ഈ അധ്യായത്തിൽ കാണുന്നത്. നമ്മളെക്കാളും താഴ്ന്ന സംസ്കാരമോ വിദ്യാഭ്യാസമോ സ്വഭാവ വൈകല്യങ്ങളോ തെറ്റിദ്ധാരണകളോ എല്ലാത്തിനും ദോഷം കാണുന്നവരോ ആയിട്ടുള്ളവർ എത്ര തന്നെ സ്വന്തക്കാരോ ബന്ധുക്കളോ ആയിരുന്നാലും അവരുടെ കൂട്ടുകെട്ട് നാം ഉപേക്ഷിക്കണം. അല്ലെങ്കിൽ ജീവിതത്തിൽ ദുരന്തമുണ്ടാകുന്നു. ഹൃദയ പരിവർത്തനം വന്ന കൈകേയിയുടെ അധപ്പതനം സ്വാമിയുടെ വാച്ച് യുവർ ഹാർട്ട് എന്ന ഉപദേശത്തെ അനുസ്മരിപ്പിക്കുന്നു. സ്വന്തം മകന് നേട്ടമുണ്ടാകണമെന്ന സ്വാർത്ഥചിന്ത ഉണ്ടായപ്പോൾ കൈകേയിയുടെ സകല ഗുണങ്ങളും അസ്തമിക്കുന്നു. ഹൃദയത്തിന് പരിവർത്തനമുണ്ടാകുന്നു. ഭർത്താവിനോട് കരുണയുടെ കണിക പോലും കാണിക്കാതെ ക്രൂരമായിട്ടാണ് കൈകേയി ദുശാഠ്യം പിടിക്കുന്നത്. തന്നിൽ പ്രാണപ്രിയനായിരുന്ന രാമനോടുള്ള സ്നേഹം പോലും അപ്രത്യക്ഷമാകുന്നു.
ക്രോധവും വിദ്വേഷവും കൊണ്ട് മറ്റുള്ളവർക്കും അവനവനും നാം നാശം വിതയ്ക്കുന്നു എന്ന സന്ദേശം നന്നായി നാം മനസ്സിലാക്കണം. സ്വാമി എപ്പോഴും പറയാറുണ്ട്, ഓൾവേസ് ബി കെയർഫുൾ, ABC ഓഫ് ലൈഫ്. ഓൾവേസ് ബി കെയർഫുൾ, അവോയ്ഡ് ബാഡ് കമ്പനി. സ്വാമി ഉപദേശിക്കുന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം. സ്കൈയെ കുടിലത പഠിപ്പിക്കുന്നത് മന്ഥരയാണ്. സത്യവ്രതനായ രാജാവ് സത്യം ചെയ്ത ശേഷം മാത്രമേ വരങ്ങൾ എന്താണെന്ന് പറയാവൂ എന്ന് മന്ഥര ഓർമ്മിപ്പിക്കുന്നു. ദശരഥന്റെ ശുദ്ധഹൃദയവും വീണ്ടുവിചാരമില്ലാതെ വാക്കുകൊടുക്കുന്നതുമാണ് കാര്യം അറിയുന്നതിന് മുമ്പ് വാഗ്ദത്തം നൽകുന്നതിൽ നിന്നും വെളിപ്പെടുന്നത്. വിശ്വാമിത്രൻ വന്നപ്പോഴും ദശരഥൻ ഇതേ തെറ്റാണ് ചെയ്തത്. കൊടുത്ത വാക്കിൽ നിന്നും പിന്മാറുന്നത് അകീർത്തികരവും അധർമ്മവുമാണെന്ന് നാം മനസ്സിലാക്കണം. അതുകൊണ്ട് ദശരഥൻ ഇവിടെ നിർബന്ധിതനാകുന്നു. സത്യം പരിപാലിക്കുവാനായിട്ട് ദശരഥന് കൈകേയിയുടെ ഇംഗിതത്തിന് വഴങ്ങേണ്ടി വരുന്നു. വിനാശകാലേ വിപരീത ബുദ്ധി. ഇന്നും ഇത് തന്നെയാണ് നടക്കുന്നത്. നമുക്ക് നാശം അടുത്തിരിക്കുമ്പോൾ നല്ല ഉപദേശങ്ങൾ ആര് നൽകിയാലും നമുക്ക് സ്വീകരിക്കുവാൻ തോന്നുകയില്ല. ഇവിടെ ശ്രീരാമന്റെ അവതാര ദൗത്യമായ രാവണ രാക്ഷസ വധം നടക്കുന്നതിന് വേണ്ടിയിട്ട് വനവാസം അനിവാര്യമായിരുന്നു. ഏതൊരു കാര്യത്തിനും ഒരു കാരണം വേണം. വനവാസം എന്ന കാര്യം നടക്കുന്നതിന് കൈകേയിയുടെ വരങ്ങൾ കാരണമായി തീരുന്നു. ഈശ്വരനിശ്ചയം, ഓരോരുത്തരുടെയും കർമ്മഫലങ്ങൾ, ആലോചനയില്ലാത്ത വാഗ്ദാനങ്ങൾ, ദുഷ്പ്രവൃത്തികൾ എന്നിവ ദൂരവ്യാപകമായ ഫലങ്ങൾ കൊണ്ടുവരുന്നു. ഈശ്വര സങ്കല്പം നടപ്പിലാക്കപ്പെടുമ്പോൾ പല വിധത്തിലുള്ള അനുഭവങ്ങളും നമുക്കുണ്ടാകുന്നു. സുഖദുഃഖങ്ങൾ ആദിയായ ദ്വൈതഭാവങ്ങൾ ഒരു പക്ഷേ ഈശ്വരാനുഗ്രഹമായി സ്വീകരിക്കുവാൻ നാം പഠിക്കണം എന്നാണ് ശ്രീരാമൻ ഈ അധ്യായത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. ജയ സായിരാം. ഈ അധ്യായത്തിലെ ക്വിസിലേക്ക് കടക്കാം. എല്ലാവരും റെഡിയാണല്ലോ അല്ലേ? രാമന്റെ രാജ്യാഭിഷേകത്തെ കുറിച്ച് കൈകേയി അറിയിച്ചത് ആരാണ്? മന്ഥര. രാമന്റെ രാജ്യാഭിഷേകത്തെ കുറിച്ച് അറിഞ്ഞ കൈകേയിയുടെ പ്രതികരണം എന്തായിരുന്നു? രാമനെ കുറിച്ചപ്പോൾ മന്ഥരയ്ക്ക് സന്തോഷം കൊണ്ടൊരു മാല എടുത്തു കൊടുക്കുവാണ്. സ്വർണമാല ഊരി കൊടുക്കുകയാണ് സമ്മാനമായിട്ട്. ആ രാജ്യാഭിഷേകത്തെ കുറിച്ച് മന്ഥരയുടെ വേവലാതി എന്തായിരുന്നു? കൈകേയി രാജാവിന്റെ കൈകേയി പോകേണ്ടി വരും. അതെ, അതായത് മന്ഥരയ്ക്ക് മകളോടുള്ള സ്നേഹമാണ് കൈകേയിയോടുള്ളത്. അത് ബാക്കിയൊന്നും കാണാനുള്ള കഴിവ്, അത്രയ്ക്ക് ബുദ്ധിയില്ല. ഒരു ദാസിയല്ലേ, ഒരു നോട്ടം, ഒരു ഭാഗം മാത്രം കാണാനുള്ള ബുദ്ധിയേ ഉള്ളൂ. അതുകൊണ്ട് തൻ്റെ സ്വാമിനി ദാസിയായി പോവും, ഭരതന് യാതൊരു സ്ഥാനവും ഉണ്ടാവില്ല എന്നുള്ള വിചാരമാണ് അവരെ നയിക്കുന്നത്. മന്ഥര കൈകേയിയെ തൻ്റെ വശത്താക്കുവാൻ എന്താണ് ഉപദേശിക്കുന്നത്? ദേവാസുര യുദ്ധകാലത്ത് ദശരഥ രാജാവ് കൈകേയിക്ക് കൊടുത്ത 2 വരത്തെ കുറിച്ച് ഓർമ്മിപ്പിക്കുന്നു. വെരി ഗുഡ്. എന്ത് വരങ്ങളാണ് ആവശ്യപ്പെടാനാണ് മന്ഥര ഉപദേശിച്ചത്? രാമനെ രാജാവായി വാഴ്ത്താൻ. അതെ. എന്തിനാണ് ഈ 14 വർഷം വനവാസത്തിനയക്കണം പറഞ്ഞത്? 12 വർഷക്കാലം സ്വത്തുകൾ ഒരാളുടെ അധീനതയിലായാൽ അവർക്കത് സ്വന്തമായി വരുന്നുള്ളൊരു നിയമം ഉള്ളതിനാല് അതും കഴിഞ്ഞ് കുറച്ചും കൂടെ അതിനൊരു തീവ്രത വരുത്തുവാനായിട്ട് 12 വർഷത്തിന് പകരം 14 വർഷം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. മനസ്സിലായില്ലേ? വെരി ഗുഡ്. മന്ഥരയുടെ നിർദ്ദേശപ്രകാരം രാജാവിനെ നിർബന്ധിതനാക്കാൻ കൈകേയി എന്തു ചെയ്തു? ആദ്യം തന്നെ വരം ക്രോധാലയത്തിൽ പ്രവേശിച്ച് വെറും നിലത്ത് കിടന്നു. ആഭരണങ്ങളൊക്കെ വലിച്ചെറിഞ്ഞ്, എപ്പോഴും സുന്ദരിയായിട്ട് നിൽക്കുന്ന ആളാണ്, പകരം മലിന വസ്ത്രമൊക്കെ വലിച്ചെറിഞ്ഞ്, ആഭരണമൊക്കെ വലിച്ചെറിഞ്ഞ് ക്രോധാലയത്തിൽ കടന്നു. കൈകേയി രാജാവിനോട് എന്താണ് ആവശ്യപ്പെട്ടത്?
ഭരതനെ രാജാവാക്കാനും രാമനെ 14 വർഷം കാട്ടിലയക്കാനും വരം ചോദിച്ചു. ആദ്യം അത് പറയുന്നില്ല കൈകേയി അവിടെ ഒരു സൂത്രപ്പണി ഉപയോഗിക്കുകയാണ്. വാഗ്ദത്തം ചെയ്യാം. ആദ്യം തന്നെ സത്യപ്രതിജ്ഞ ചെയ്യാനായിട്ട് പറയുകയാണ്. എനിക്ക് വരം തരാമെന്ന് സത്യം ചെയ്താലേ ഞാൻ വരം എന്താണെന്ന് പറയൂ. മനസ്സിലായി? അവിടെയാണ് ദശരഥൻ തെറ്റുപറ്റുന്നത്. അപ്പൊ ശുദ്ധമനുഷ്കനായതുകൊണ്ട് ഇങ്ങനെ ഒരു ദുഷ്ടവചം പ്രതീക്ഷിക്കുന്നത് പോലുമില്ല അദ്ദേഹം. അപ്പൊ അതുകൊണ്ട് ശരി ഞാൻ തരാമെന്ന് പറഞ്ഞു. ഇങ്ങനെ ഒരു കുടിലത പിന്നെ കൈകേയി കിട്ടുന്ന അദ്ദേഹത്തിന് ഓർമ്മിക്കാൻ പോലും വയ്യ. മനസ്സിലായില്ലേ? വരങ്ങൾ എന്താണെന്ന് പറയാതെ സത്യം ചെയ്തത് എന്തുകൊണ്ട്? കൈകേയിക്ക് 2 വരം. അത്ര വിശ്വാസമായിരുന്നു, സ്നേഹമായിരുന്നു. അതൊന്നല്ല. ഒരു വാഗ്ദാനം കൊടുത്തു കഴിഞ്ഞാല് സൂര്യവംശത്തിലെ രാജാക്കന്മാർ ഒരിക്കലും വാക്ക് തെറ്റിക്കില്ല. അപ്പൊ സത്യവ്രതനാണ് രാജാവ്. ഒരു വാക്ക് കൊടുത്തു കഴിഞ്ഞാൽ അതിൽ നിന്ന് പിന്മാറാൻ പറ്റില്ല. അത് കുലത്തിന് തന്നെ പിന്നെ ദുഷ്കീർത്തി ഉണ്ടാക്കും. ആ ഭീതി കൊണ്ട് ദശരഥൻ തീർച്ചയായിട്ടും വരം കൊടുക്കുന്ന അറിയാം. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. കൈകേയിയുടെ അഭിനയത്തിൽ ദശരഥൻ വീണുപോയത് എന്തുകൊണ്ട്? വാഗ്ദത്വം കൊടുത്തതുകൊണ്ട് ആദ്യം തന്നെ സത്യം. കൈകേയിയാണ് രാജ്ഞിമാരിലെ ഏറ്റവും ഇളയവളും ഏറ്റവും സുന്ദരിയുമായിരുന്നത്. ഏറ്റവും ഇളയവളുമായിരുന്നല്ലോ. അതുകൊണ്ട് രാജാവിന് കൈകേയിയോട് അതിസുന്ദരമായ വാത്സല്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് വളരെ നിഷ്കളങ്കനായ രാജാവിന് കൈകേയിയുടെ മനസ്സിൽ ഇത്രയും ഒരു കുല്യത ഉണ്ടാവുന്ന മനസ്സിലായില്ല. രാജ്ഞിയുടെ ഇരട്ടത്താപ്പ്, അതായത് മനസ്സിലൊന്ന് വെച്ചുകൊണ്ട് പുറമേക്കുള്ള അഭിനയം എന്താണെന്ന് മനസ്സിലാക്കാനുള്ള കഴിവ് ദശരഥന് ഉണ്ടായില്ല. ദശരഥൻ ആരുമായിട്ട് യുദ്ധം ചെയ്തപ്പോഴാണ് കൈകേയി അദ്ദേഹത്തിന്റെ ജീവൻ രക്ഷിച്ചത്? ദേവാസുര യുദ്ധം. ദേവാസുര യുദ്ധത്തില് ദേവന്മാര് ശംബരൻ എന്ന അസുരനുമായിട്ട് യുദ്ധം ചെയ്യുകയാണ്. ദേവന്മാര് ശംബരൻ എന്ന അസുരനുമായിട്ട് യുദ്ധം ചെയ്യുമാണ് ദശരഥന്റെ സഹായം ആവശ്യപ്പെടുന്നത്. അപ്പോഴ് കൈകേയി ചെയ്തത് ആണി പോയ സ്ഥലത്ത് കൈ കടത്തി വെച്ചു അല്ലേ? എന്തുകൊണ്ടാണ് കൈകേയിയുടെ ഇടത്ത് കൈയാണ് വെക്കുന്നത്? എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്? എന്തുകൊണ്ടാണ് കൈകേയിയുടെ കൈക്ക് അങ്ങനെ ഇരുമ്പ് പോലെ ഒരു ഇതുണ്ടായതെന്ന് അറിയാമോ? കൈകേയിക്ക് എന്തോ ഒരു വരം കിട്ടിയിട്ടുണ്ട്. കൈകേയിക്ക് കുട്ടിക്കാലത്ത് ഒരു മഹർഷിയുടെ വരം കിട്ടിയിട്ടുണ്ടായിരുന്നു. നിന്റെ ഇടത്ത് കൈ ഇരുമ്പ് സമമായിരിക്കും, അതിന് യാതൊരു തരത്തിലുള്ള പിന്നെ ഹാനിയും ഉണ്ടാകില്ല. അതുകൊണ്ടാണ്. കറക്റ്റ്. ദശരഥന്റെ കൊട്ടാരത്തിന്റെ പേരെന്തായിരുന്നു? ദശരഥന്റെ കൊട്ടാരത്തിന്റെ പേര് വർദ്ധമാന. കൈകേയി വരങ്ങൾ ആവശ്യപ്പെട്ടപ്പോൾ ദശരഥനിൽ എന്ത് പ്രതികരണമാണ് ഉണ്ടായത്? ഞാൻ രാമനോട് പറയില്ല എന്ന് പറഞ്ഞിട്ട് നിലത്ത് വീണുരുണ്ട്. രാജാവ് അസ്തപ്രജ്ഞനായി, പ്രജ്ഞ നശിച്ച് ഭ്രാന്ത് പിടിച്ചവനെ പോലെയായി. പ്രാവിനെ പിന്തുടർന്ന കഴുകന് തന്റെ മാംസം കൊടുത്തത് ആരാണ്? ചക്രവർത്തി. തന്നോട് എന്ത് ചോദിച്ചാലും നൽകുമെന്ന് പ്രതിജ്ഞയെടുത്ത് തന്റെ കണ്ണുകൾ ചൂന്ന ബ്രാഹ്മണന് ദാനം ചെയ്തത് ആരാണ്? കറക്റ്റ്. അലാർക്ക ചക്രവർത്തി. വെരി ഗുഡ്, വെരി ഗുഡ്. അങ്ങനെ അപ്പൊ ഇത്രയും ഈ ചാപ്റ്ററിൽ ഇത്രയും ക്വസ്റ്റ്യൻസേ ഉള്ളൂ ഞാൻ കണ്ടുവച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. എന്തായാലും നല്ലൊരു ആൻസേഴ്സ് പറഞ്ഞു. നമ്മൾ ഈ തത്വവിചാരവും പിന്നെ ഇതും കൂടെ ചെയ്യുന്നത് കൊണ്ട് കുറച്ചും കൂടെ നമ്മുടെ മനസ്സിൽ ഉറയ്ക്കുന്നു തോന്നുന്നു അല്ലേ? ഈ രാമകഥാ രസവാഹിനി നമ്മുടെ മനസ്സിൽ കുറച്ചും കൂടെ അതിന് നമ്മൾ വായിച്ചു പോകും. അതെ അതെ, തീർച്ചയായിട്ടും. പലതും നമ്മൾ വായിച്ചു പോകും, എല്ലാം മനസ്സിൽ നിക്കണമെന്നില്ലല്ലോ. അതെ, അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ചർച്ച എല്ലാവരും പങ്കെടുക്കാൻ പറ്റിയ നന്നായിരുന്നു. കുഴപ്പമില്ല, കേൾക്കുന്നുണ്ടല്ലോ, അതും മതി. സായിരാം. അപ്പൊ ശിവപ്രസാദ് പറഞ്ഞോളൂ. സമസ്ത ലോകം
സമസ്ത നെറ്റ് പോയിരുന്നു. ഡിസ്റ്റർബൻസ് ആണ്. ഞാൻ പറയാം. സമസ്ത ലോകാ സുഖിനോ ഭവന്തു, സമസ്ത ലോകാ സുഖിനോ ഭവന്തു, സമസ്ത ലോകാ സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി. ജയ സായിരാം. സായിരാം.